എന്റെ അടിയിൽ ഒരു 30 ആൾക്കാരുണ്ടെന്ന് ഇപ്പൊ പറയണേ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായ മണ്ണിടിച്ച് മെയിൻ സ്ട്രീം ചാനൽസ് വഴി നിങ്ങൾ എല്ലാവരും വാർത്തകളെല്ലാം കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വാർത്തകൾ കണ്ടോളൂ, പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ എല്ലാ വാർത്തയും കണ്ണും മൂടി അങ്ങോട്ട് വിശ്വസിക്കാൻ നിൽക്കരുത്. ചില രാഷ്ട്രീയ പാർട്ടിക്കാർ, ചില നേതാക്കന്മാർ കിടന്നൊച്ച വെക്കുന്നത് കണ്ടു. അപ്പുറത്തെ പാർട്ടിയെ കുറ്റം പറയുക, ഇപ്പുറത്തെ പാർട്ടിയെ കുറ്റം പറയുക. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു സാഹചര്യത്തിൽ മുതലെടുപ്പ് എന്തിന്? ഈ ഒരു ദുരന്തം ഉണ്ടാവാൻ കാരണം ഈ ഒരു തുരങ്കപാത നിർമ്മാണം ഏറ്റെടുത്ത കൺസ്ട്രക്ഷൻ കമ്പനി. ഓക്കെ, കൂടാതെ ആ ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ, അവരുടെ പേരിൽ, ആ വ്യക്തിയുടെ പേരിൽ കേസെടുക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. മനസ്സിലായോ? മണ്ണ് കൂട്ടിയിട്ടു, അവിടെ മണ്ണിടിച്ചിൽ നടന്നു. ആ മണ്ണ് കുറേ അവിടെ കൂട്ടിയിട്ടതും കൂടെയും അവിടെ കിടന്നപ്പോൾ ഭയങ്കര വലിയ ഒരു ആഘാതമാണ് അവിടെ ഉണ്ടായത്. ഓക്കെ, കണക്കില്ല, ഇപ്പോഴും കണക്കില്ല. ഇന്ന് രാവിലെ ഒരു 3-4, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിരിക്കുന്നതിനും ഒരു 4 മണിക്കൂർ മുമ്പ് ഈ ഒരു വാർത്ത മെയിൻ സ്ട്രീം ചാനൽസിൽ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ കേട്ടത് ഒരു 30 പേരോളം കുടുങ്ങിക്കിടക്കുന്നു എന്നാണ്. പിന്നെ അത് 50ആയി. എന്നാൽ നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് 6 പേര് 7 പേര്. പ്രിയപ്പെട്ടവരെ, വളരെ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം. ഓക്കെ, കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. VD സതീശൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആ വ്യക്തി ഒരു കാര്യം പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്ക് അവിടുന്ന് തുടങ്ങാം. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും, അത് അപകടത്തിലേക്ക് പോകും എന്നതും മൺസൂണല്ലേ, പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗമെല്ലാം നടന്നതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വയനാട് അവരതനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേട്ടല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കൂടാതെ നമ്മുടെ ഭരണം ഉള്ള പാർട്ടി, എല്ലാവരും ഭരിക്കുന്നവരും ഒക്കെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരതനുസരിച്ചില്ല എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യൻ പറയുന്നത്. ചില ആളുകൾ ഭരിക്കുന്ന പാർട്ടിയെ കുറ്റം പറഞ്ഞിറങ്ങുന്നത് കണ്ടു. ചില ആളുകൾ ഓപ്പോസിറ്റ് പാർട്ടിയെ, LDFനെയൊക്കെ കുറ്റം പറയുന്നത് കേട്ടു. അവർ വീണ്ടും ഭരിക്കും അല്ലെങ്കിൽ ഭരിക്കാൻ വരും എന്നുള്ളൊരു ത്വരയുടെ പുറത്ത് അവർ പെട്ടെന്ന് തന്നെ ആ ഒരു തുരങ്കപാത അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഷർ കൊടുത്താൽ ഒരു തുരങ്കപാത പെട്ടെന്ന് അങ്ങോട്ട് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുമോ? അല്ല, അങ്ങനെ ചെയ്താൽ ഈ ചെയ്യുന്നവനൊരു ഇത്തിരി മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അവനത് ചെയ്യുമോ? എത്ര പേരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാ? ഇന്ന് എത്ര പേരാണ് അവിടെ പ്രോപ്പറായിട്ട് ജോലിക്ക് ഇറങ്ങിയതെന്ന് പോലും അവിടെ പലർക്കും അറിയത്തില്ല. ചിലർ 100 പേരെന്ന് പറയുന്നു, ചിലർ 18 പേരെന്ന് പറയുന്നു. ഓരോ മണിക്കൂറിലും വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പല കണക്കും പല കഥകളുമാണ് കേൾക്കുന്നത്. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഏകദേശം 30 പേരോളം ആദ്യം ഈ ഒരു മണ്ണിടിച്ചിൽ നടന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 30 പേരോളം മണ്ണിനടിയിലുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പക്ഷെ അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര പ്രോപ്പർ കണക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പ്രോപ്പറായിട്ടുള്ളൊരു കണക്ക് എത്ര കറക്റ്റ്, ഇപ്പം 30 പേരാ അല്ലെങ്കിൽ 28 പേരാണെങ്കിൽ ആ 28 നമ്മളോട് പറയുമോ? എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വയനാട്ടുകാരല്ല കൂടുതലും പെട്ടുപോയത്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, അവരാണ് സത്യം പറഞ്ഞാൽ പെട്ടത്. കുറേ ആളുകൾ അതിൻ്റെ അടിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. വയനാട്ടുകാരുമുണ്ട്, വയനാട്ടുകാരുടെ വീടും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പം തന്നെ ഒരു 2-3 പേര് സംസ്ഥാന തൊഴിലാളികളാണ് അവരുടെ ബോഡി കിട്ടിയവരിൽ കൂടുതലും. പിടികിട്ടിയോ? അവർക്ക് പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട് ആ കണക്കൊക്കെ എടുക്കുമോ?
നമുക്ക് ബാക്കി കേൾക്കാം, എന്നിട്ട് സംസാരിക്കാം. തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. മീനാക്ഷിപുരത്താണ് മണ്ണിടിച്ചിൽ. മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിൽ. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവിടെ മൊത്തം പൊട്ടിയിട്ടുണ്ട്. മീനാക്ഷിന്റെ ഇപ്പുറത്ത് ആരും വരില്ലേ, അങ്ങോട്ടുള്ളവരൊക്കെ ശ്രദ്ധിച്ചോ. ഈ മീനാക്ഷിനെ അവിടെ നല്ല പൊട്ടി മൊത്തത്തിൽ വന്നിക്കണേ. ആൾക്കാരവിടെ വണ്ടിയിലുണ്ട്, ബസ്സൊക്കെ അടിയിലായി. മാമ ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് പോയി. ഇതണ്ടോ, ഇവിടെ വീട് പോയി. ഇതാ അവിടെ പൊട്ടുന്നുണ്ടോ, അതിന്റെ അടിയിൽ ഒരു 30 ആൾക്കാരുണ്ടെന്ന് ഇപ്പൊ പറയണേ. കേട്ടിട്ട് കയ്യും കാലും വിറക്കുക. ബാക്കി കേൾപ്പിക്കാമേ, കേട്ടല്ലോ നിങ്ങൾ. ഇത് തുടക്ക സമയത്ത് മെയിൻ സ്ട്രീം ചാനൽസ് പോലും അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. ആ സമയത്താണ് അവിടെയുള്ള നാട്ടുകാർ തന്നെ ഫോണിൽ എടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഏകദേശം 30 പേരോളം അവിടെ അടിയിലുണ്ടെന്ന്. അതിനെപ്പറ്റി ഒന്നും ഇവിടെ ആരും സംസാരിക്കുന്നതേ ഇല്ല. പിടികിട്ടിയോ? നാട്ടുകാർക്ക് കണ്ടവര് അവർക്കറിയാം ഏകദേശം എത്ര പേരുണ്ടെന്ന്. പക്ഷെ അതിനെപ്പറ്റിയൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ കണക്കൊന്നും ആരും പറയുന്നില്ല. ഒരു നേതാവും പറയുന്നത് കേട്ടില്ല. നേതാക്കന്മാർ പറയുന്നത് 7 പേര് പെട്ടു, അതിൽ 3 പേര് പോയി, 4 പേര് പോയി. ഒന്ന് പ്രോപ്പറായിട്ട് അവിടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, അവിടെ ഒരു മേൽനോട്ടം വഹിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ചോദിച്ചതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? കേട്ടല്ലോ, നിങ്ങൾ തന്നെ കേട്ടല്ലോ. അവിടെ ഒരു ലോക്കൽ ഒരു പയ്യൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ പറയുന്നതാ 30 പേരോളം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 50 എന്നുള്ളൊരു കണക്ക് ഞാൻ കേൾക്കുന്നുണ്ട്, 100 എന്നുള്ളൊരു കണക്ക് കേട്ടു. നമുക്ക് ബാക്കി കേൾക്കാം. നേരത്തെ നമ്മോട് സംസാരിച്ച നിഷാദ് തൊട്ടപ്പുറത്തുള്ള കള്ളാടി സ്ഥലത്താണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം നടന്ന സ്ഥലത്താണ്, മീനാക്ഷിപുരം ഭാഗത്താണ് അബ്ദുൾ സലാം ഉണ്ടായിരുന്നത്. അവിടെ 50ഓളം ആളുകൾ കുടുങ്ങിക്കിടപ്പുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അബ്ദുൾ സലാം വ്യക്തമാക്കുന്നത്. ഷിഹാബ്, പൊതുപ്രവർത്തകനായ ഷിഹാബ് ചേരുന്നുണ്ട്. അല്പസമയം മുമ്പ് സംസാരിച്ച നിഷാദും ഷിഹാബിന്റെ പേര് പരാമർശിച്ചു. ഷിഹാബ്, ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള സാധ്യതകൾ എന്താണ് ഷിഹാബ്? നല്ല മഴ ഇപ്പോഴും ഉണ്ടോ അവിടെ? നിലവിൽ മഴ ചാറിക്കൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് ശമനം ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രയാസം നേരിടും രക്ഷാപ്രവർത്തനത്തിന്. കാരണം മണ്ണ് വലിയ രീതിയിൽ ഇടിഞ്ഞ് താഴോട്ട് വന്നിട്ടുണ്ട്. അതിനടിയിൽ അന്യ സംസ്ഥാന തൊഴിലാളികളും നിരവധിയായ ആളുകൾ അവിടെ ജോലി ചെയ്തിരുന്നു. ആ ആളുകളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. എത്ര പേര് അതിന് അടിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വലിയ ആശങ്കയുണ്ട്. നേരത്തെ സലാംക്ക് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള യന്ത്രങ്ങൾ, ഇറ്റാച്ചി പോലുള്ള വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതാണ് നിലവിലെ സാഹചര്യം. ഷിഹാബ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ കൂട്ടിയിട്ടിരുന്ന മണ്ണുകൂടി മണ്ണിടിച്ചിൽ കൂടെ വന്ന് ഈ അപകടത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ടോ? അതാണ്, അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ പ്രദേശത്ത് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടക്കത്തിൽ അവിടെ കുറച്ച് വലിയ രീതിയിൽ ഒരു മല പോലെ മണ്ണ് കൂട്ടിയിട്ടിരുന്നു. ആ മണ്ണടക്കം റോഡിലേക്ക് വന്നു ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബാക്കി കേൾപ്പിക്കാമേ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു തുരങ്കപാത നിർമ്മാണം ഏറ്റെടുത്ത ആ ഒരു കമ്പനി, അതിൻ്റെ കോൺട്രാക്ടർ, ലൈക്ക് ഉടമസ്ഥൻ, അവൻ്റെയൊക്കെ പേരിലാണ് സത്യം പറഞ്ഞ അവനെയൊക്കെ പിടിച്ച് തൂക്കി അകത്തിടണം നരഹത്യക്ക്. മനസ്സിലായില്ലേ? കാരണം ഓൾറെഡി അവിടെ മണ്ണിടിച്ചിൽ നടന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇവന്മാർ മണ്ണ്, ഈ തുരങ്കപാത ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി മറ്റേ കുത്തിക്കീറി എടുത്ത മണ്ണും കൂടെയും അവിടെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് പൂർത്തിയായി. ആ ഒരു എഫക്റ്റ് അങ്ങോട്ട് എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറേ വീഡിയോകളൊക്കെ ഞാൻ കണ്ടു. ഞാൻ എല്ലാം ഒന്നും എടുത്ത് കയറ്റാത്ത കേട്ടോ. അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഒരു ടാങ്കറൊക്കെ അടിച്ച് ആ മണ്ണ് അടിച്ചിങ്ങി പോരുക. അപ്പം അതിൻ്റെ പവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊക്കെ ഇവിടെ ഇരുന്നത് ഈ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ. അത് അനുഭവിച്ച ആൾക്കാരുടെ അവസ്ഥ. ഈ ചുമ്മാ ഇപ്പം പറയുന്ന ഇന്നിപ്പോൾ ഇത്രയൊക്കെ കണക്കുള്ളൂ, 7 പേര് 8 പേര്. അല്ലാതെ നാട്ടുകാർ പറയുന്നത് ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. 30 പേരുണ്ടെന്ന് പറയുന്നു. ഇതേ കേട്ടല്ലോ നിങ്ങൾ, 50 പേരുണ്ടെന്ന് മീഡിയയും പറയുന്നുണ്ട്. പക്ഷെ അതിന് അങ്ങനെയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ, അവിടെ റെസ്ക്യൂ പ്രോസസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനോ ഒക്കെ കല്ലെറിയാനാ പല ആളുകൾക്കും താല്പര്യം. ഈ നേതാക്കന്മാർ ഈ മാധ്യമങ്ങളെ കണ്ടിട്ട് ഈ കഥ പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പറ്റുന്നവർ ചെല്ലുക, അവിടെ നിന്ന് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ വീക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യാൻ. ഏതെങ്കിലുമൊക്കെ ഇപ്പം MLA ഒക്കെ ഉണ്ട്, അവിടെ വന്നു വിസിറ്റ് ചെയ്തു പോയി, അത്രേ ഉള്ളൂ. അവിടെ ഇറങ്ങി പണിയെടുക്കുമോ? അവിടെ ഇറങ്ങി പണിയെടുക്കണം. അവിടെ ഇറങ്ങി പണിയെടുക്കുന്ന ഒരു നേതാവുണ്ടെങ്കിലുണ്ടല്ലോ, അവനെയൊക്കെ നാളെ ജനം സല്യൂട്ട് ചെയ്യും. ഇല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. നമുക്ക് ബാക്കി കേൾക്കാം ഇനി. അപ്പോൾ ഈ വളരെ സജീവമായൊരു സമയമായിരുന്നു. ഈ തൊഴിലാളികളല്ലാതെ മറ്റാരെങ്കിലും അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന വിവരമുണ്ടോ? ആരെങ്കിലും കാണാതായതായി പരാതികൾ വരുന്നുണ്ടോ? അത്തരത്തിലൊരു പരാതി നിലവിൽ വന്നിട്ടില്ല.
കാരണം അവിടെ സാധാരണഗതിയിൽ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത്. തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലാളികൾ തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. എത്രത്തോളം തൊഴിലാളികളാണ് ഈ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്നത് ശ്രീ ഷിഹാബ്? എങ്ങനെ? എത്രത്തോളം തൊഴിലാളികളാണ് ഈ പ്രദേശത്ത്? കൃത്യമായി അത് നമുക്ക് എണ്ണം പറയാൻ കഴിയില്ല. എന്നാലും 100-ലധികം തൊഴിലാളികൾ സാധാരണ രീതിയിൽ അവിടെ ഉണ്ടാവാറുണ്ട്. വിവിധ ഇന്നത്തെ ഒരു കണക്ക് നമുക്ക് കിട്ടുന്നില്ലല്ലേ? എങ്ങനെയാ? ഇന്നത്തെ ഒരു കണക്ക് അറിയാൻ കഴിയുന്നില്ല. ഇല്ല, ഇതുവരെ നമുക്ക് അതും കിട്ടിയിട്ടില്ല. അല്പസമയം മുൻപ് സംസാരിച്ച ആൾ പറഞ്ഞത് ഈ വീടുള്ള സ്ഥലത്തേക്കല്ല മണ്ണിടിഞ്ഞ് വീണത്, ഒരു ഹോട്ടലിന് സമീപം വരെ എത്തി. പക്ഷേ ഈ ജനവാസ മേഖലകൾ സുരക്ഷിതമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിനി ആശങ്കപ്പെടുന്നത് അവിടെയുള്ള തൊഴിലാളികളെ സംബന്ധിച്ചും അതുവഴി ആ സമയം കടന്നുപോയ വാഹനങ്ങളെ സംബന്ധിച്ചുമാണ്. അതെ അതെ, തീർച്ചയായും. LDF സർക്കാരിന്റെ ബാക്കി കേൾപ്പിക്കാം. അയ്യോ ചേട്ടാ അവിടെ നിൽക്ക്, ഞാൻ കുറച്ച് സംസാരിച്ചോട്ടെ ചേട്ടാ, എന്നിട്ട് നമുക്ക് ചേട്ടൻ്റെ കഥ കേൾക്കാം. ഓക്കെ, LDF സർക്കാരിനെ നെഞ്ചതൊട്ട് കുത്ത് ആയിക്കോട്ടെ. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, കേട്ടല്ലോ. മാധ്യമങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇത്രയും ദിവസങ്ങൾ അത് തുരങ്കപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ ആളുകൾ കാണും. കഴിഞ്ഞ ദിവസം വരെ 100 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മാധ്യമങ്ങൾ 100 പറയുന്നു, പക്ഷെ ചില ആളുകൾ, ഞാൻ കേൾപ്പിച്ചു തരാം, 18 എന്നൊക്കെയാണ് കണക്ക് പറയുന്നത് ചില നേതാക്കന്മാർ. എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ഉമ്മാര് കണക്ക് കുറച്ച് പറയുന്നതാ. പിടികിട്ടിയോ? ബാക്കി പോയവരൊക്കെ അവിടെ പോട്ടെ, പുറത്തുനിന്നുള്ള ആൾക്കാരല്ലേ, ആര് ചോദിക്കാനാ, പോട്ടെ. കാരണം പിന്നെയും അവിടെ ചെലവേറുമല്ലോ ഇല്ലേ റെസ്ക്യൂ പ്രോസസ്സിനൊക്കെ. അതുകൊണ്ട് ചിലതൊക്കെ മുക്കുന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ജനങ്ങൾ പറയുന്നു, മലയാളികൾ പറയുന്നു 30 പേരുണ്ട്, 50 പേരുണ്ട്. ഇതാ കഴിഞ്ഞ ദിവസം വരെ 100 പേര് പണിയെടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇന്ന് മാത്രം എങ്ങനെ 18 പേരായി? ഈ 18 കണക്കൊക്കെ പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യും നിങ്ങൾ. അതിനു മുമ്പ് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിനി കേൾക്കാം, എന്നിട്ട് ബാക്കി. അവസാന കാലത്ത് ഒരു 3-ാം ഊഴം പ്രതീക്ഷിച്ചുകൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ് ഈ വയനാട്ടിലെ തുരങ്കപാത. ആ തുരങ്കപാതയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ UDF അതിശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും അതുപോലെ തന്നെ ഈ തുരങ്കപാത ഇപ്പോൾ അടിയന്തരമായി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്നും അതിനെക്കുറിച്ച് വ്യാപകമായ പഠനം നടക്കണമെന്നും UDF അന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അന്ന് UDF വികസനത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് UDFിൻ്റെ ആ മുന്നറിയിപ്പ് അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും അതിൻ്റെ തട്ടിക്കൂട്ട് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. അന്നേ ഞങ്ങൾ ഈ ആശങ്ക പങ്കുവെച്ചതാണ്. ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വേദനാജനകമായ ഒരു വാർത്തയാണ് വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മണ്ണിടിഞ്ഞു വീണ് 8ഓളം ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു. 2 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. 8ഓളം പേരാണല്ലേ അടിയിൽ പോയത്? ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല സാറേ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് സാറിന് ഈ കുത്തൽ കുത്തിയാൽ പോരെ? ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഈ കുത്തൽ കുത്തണോ? അല്ല, എനിക്കിതിനകത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമേ ഇല്ല. ഇപ്പോൾ ഒരു 2 ദിവസമോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് സംസാരിക്കാം. ഇന്ന് അവിടെ മണ്ണിനടിയിൽ ഇപ്പോഴും ആൾക്കാർ കിടക്കുമോ? ഇവിടെ കിടന്ന് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് കാര്യം ഉണ്ടായിട്ട്? കഴിഞ്ഞത് കഴിഞ്ഞു. ആഫ്റ്റർ എഫക്റ്റ് നീയൊക്കെ എന്ത് കാണിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ഏതവൻ എന്ത് കാണിച്ചാലും സാധാരണക്കാർ അനുഭവിക്കാൻ കുറേ ആളുകളുണ്ടല്ലോ ഇല്ലേ? അവരനുഭവിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും തീരട്ടെ. അത് കഴിഞ്ഞിട്ട് നീയൊക്കെ കല്ലറി മറ്റേ പാർട്ടിക്കും മറിച്ചേ പാർട്ടിക്കും ഒക്കെ പറ. അല്ല, പറയുന്നതിനകത്ത് തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനി ആരും അത് പറഞ്ഞുകൊണ്ട് വരരുത്. ഞാൻ അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ, ഈ നിമിഷത്തിൽ ഈ വർത്താനം അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ? ഇപ്പം അത് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക്? പറ്റുമെങ്കിൽ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിക്ക്, കളക്ടറിനെയൊക്കെ വിളിച്ചിട്ട് കുറച്ചും കൂടെ ഹിറ്റാച്ചി മറ്റേ JCB ഒക്കെ ഇറക്കി പടയെന്ന് പറഞ്ഞ് പണി തീർക്കാൻ പറ. ആരെങ്കിലുമൊക്കെ ജീവനോട് അടിയിൽ കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ പറ. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലായോ? അല്ലാതെ നിന്ന് കല്ലെറിയാൻ നിൽക്കാതെ, ചാണകം വാരി എറിഞ്ഞുകൊണ്ടിരിക്കാതെ. കഷ്ടം. ഇനി അടുത്തൊരു വാർത്ത, ഇതും കൂടെ ഉള്ളൂ, ഇത് നിങ്ങൾ കേൾക്കണം. IC ബാലകൃഷ്ണൻ MLA കൂടി ഇവിടെ ഉണ്ട്. MLA, എങ്ങനെയാണ് ഇപ്പോൾ എത്ര പേർക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നു? എവിടെ വരെ എത്തി? എക്യുപ്മെന്റ്സ് എല്ലാം എത്തി? ജില്ലാ കളക്ടറും ഞങ്ങളൊക്കെ ഈ കമ്പനിയുടെ മസ്ട്രോള് പരിശോധിച്ചപ്പോൾ 18 പേരാണ്. ഇന്ന് ജോലിക്ക് ഇറങ്ങിയത് 18 പേരാണ്. 18 പേര്. അതിൽ 9 പേരിപ്പോൾ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഓൾറെഡി ട്രീറ്റ്മെന്റിലുണ്ട്. ബാക്കി കേൾക്കാമേ.
നേരത്തെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത് കേട്ടു, കഴിഞ്ഞ ദിവസം വരെ 100 പേര് പണിയെടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അല്ല, തുരങ്കപാത നിർമ്മാണമല്ലേ? അല്ലേ? അല്ലാതെ കക്കൂസ് കുത്തുന്ന ജോലിയൊന്നും അല്ലല്ലോ അല്ലേ അവിടെ? തുരങ്കപാത നിർമ്മാണമല്ലേ? 18 പേരൊക്കെ കാണത്തുള്ളൂ. അല്ല, ഇപ്പം മഴ ആയതുകൊണ്ട് ആള് കുറഞ്ഞതാണോ നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ട്, ഇവർ കണക്ക് കുറച്ച് പറയുന്നതാണോ എന്ന്. കമ്പനിയുടെ അകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ല, നിങ്ങൾ കറക്റ്റാണ് പറയുന്നതെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം നേതാവേ? പ്രിയങ്കരനായ MLA, ജനങ്ങൾ അങ്ങനെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കണോ ഈ ഒരു വിഷയത്തിലെല്ലാം? എനിക്കറിയില്ല, എനിക്കൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരു തുരങ്കപാത നിർമ്മാണത്തിന് 18 പേരൊക്കെ ചെല്ലുവുള്ളോ? സംതിങ് ഫിഷി, സംതിങ് റിയലി ഫിഷി. ഓക്കെ, എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ബാക്കി കേൾക്കാം. ഒരാൾ രാവിലെ അപ്പുറത്ത് കിട്ടിയപ്പോൾ HML ക്ലിനിക്ക്, എസ്റ്റേറ്റ് ക്ലിനിക്കിൽ എത്തിച്ചുകൊണ്ട് അയാൾ ഡെത്തായിട്ടുണ്ട്. ഒരു ബോഡി ഇവിടെ കിട്ടുകയും ചെയ്തു. അങ്ങനെ 11 പേരിപ്പോൾ കിട്ടി. ഇനി നമുക്ക് വേണ്ടത്, അവർ കണക്കനുസരിച്ച് 7 പേരാണ്. അതിനുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ പാലം കണക്ടിവിറ്റി ആണോ അങ്ങോട്ട്? അപ്പോൾ 2 സൈഡിൽ നിന്നും JCBയുടെ പ്രവർത്തനം വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞു. കളക്ടർ നേരത്തെ പറഞ്ഞത് അവിടെ ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല ഭാഗത്തുള്ളവരൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് താഴേക്ക് മാറ്റില്ല, അവിടെ തന്നെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്നുള്ളതാണ്. അത് ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ അവിടെ സ്കൂളുകളിൽ ക്യാമ്പിൽ നിർത്തുന്നുണ്ട്. രക്ഷിതാക്കൾ ഒരു പക്ഷേ കാലാവസ്ഥ പ്രതികൂല ശക്തിയാണെങ്കിൽ അവരിങ്ങോട്ട് കൊണ്ടുവരും. ദൈവത്തെ ഓർത്ത് ആ ചൂരൽമലയിലൊക്കെയുള്ള ആൾക്കാരെ ഒന്നവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അവരെ മാറ്റിയാൽ നല്ലതായിരിക്കും. കാരണം ഓൾറെഡി കുറച്ചേ ആയുള്ളൂ അവിടെ ഒരു ഉരുൾപൊട്ടലെല്ലാം കഴിഞ്ഞിട്ട്, മണ്ണിടിച്ചിലും എല്ലാം കൂടെ കുറേ പേരെ കൊണ്ടുപോയിട്ട്. ആ സ്ഥലം അത്ര സേഫ് അല്ല എന്നും പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തുള്ളവരെ ഒന്ന് മാറ്റിയാൽ വളരെ നല്ലതായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിലുള്ള ചേട്ടന്മാർ, നേതാക്കന്മാർ എല്ലാം കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കിട്ടിയ ആ ഒരു സമയം അത് മാക്സിമം യൂട്ടിലൈസിങ്, അത്രേ ഉള്ളൂ. സാധാരണക്കാർ നമുക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. പിടികിട്ടിയോ? ആ വയനാടുള്ള ആളുകൾ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് വയനാടുള്ള ആളുകൾ എന്ന് പറയാൻ പറ്റില്ല. കൂടുതലും ആ മണ്ണിനടിയിൽ കിടക്കുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഇന്ന് വയനാട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് കൈത്താങ്ങ്, ഒരു സഹായം. നിങ്ങൾ തന്നെ ഇറങ്ങിയാലേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സൈഡിലൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തൂടെ കല്ലെറിയാൻ, അപ്പുറം നിൽക്കുന്നവനെ കല്ലെറിയണം. ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാധാരണക്കാർക്ക് വേണ്ടി. ആ ഒരു മൂഡ് പിടിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത ഒരു ലൈൻ പറയുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ, ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ. ഇനി ആ മണ്ണിനടിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ജീവനോടെ തന്നെ രക്ഷപ്പെടട്ടെ. അറിയില്ല, എൻ്റെ പ്രാർത്ഥന വെറുതെ ആയി പോകുമോ എന്ന്. ഒരാഗ്രഹം മതി. എത്ര പേരുണ്ടെങ്കിലും ആരുടെയും ജീവൻ കുറേ പേരുടെ പോയി ഇനിയൊന്നും പോകാതിരിക്കട്ടെ എന്നുള്ളൊരാഗ്രഹം. എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.